സ്വയംവര പാർവതി മന്ത്രം. പേരിൽ സ്വയംവരം എന്നുണ്ടെങ്കിലും വിവാഹ തടസ്സം മാറാൻ മാത്രമുള്ള മന്ത്രമല്ല സ്വയംവര മന്ത്രം. ആഗ്രഹസാധ്യത്തിനും ഐശ്വര്യലബ്ധിക്കും വളരെ ഉത്തമമായ മന്ത്രമാണിത്. ജാതകദോഷങ്ങൾ മൂലം യഥാസമയം വിവാഹം നടക്കുന്നതിന് തടസ്സം നേരിടുന്ന അനേകം പേരുണ്ടല്ലേ. ജാതകവശാലുള്ള ദോഷങ്ങൾ മാറാൻ ജപിക്കാവുന്ന മന്ത്രമാണ് സ്വയംവര പാർവതി മന്ത്രം. ശിവനെ വിവാഹം കഴിക്കാൻ പാർവതി ദേവിക്ക് കഠിനമായ തപസ്സനുഷ്ഠിക്കേണ്ടി വന്നു. ഹിമവാന്റെ മകളായ പാർവതി കഠിന തപസ്സിൽ മുഴുകി. ഇത് കണ്ട ഭഗവാന്റെ ഹൃദയമുരുകുകയും ഭഗവാൻ അവളെ തൻ്റെ പത്നിയായി സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. വിവാഹരൂപത്തിൽ ശിവൻ്റെ പത്നിയും മഹാവിഷ്ണുവിൻ്റെ സഹോദരിയുമായ പാർവതി ദേവി സ്വയംവര പാർവതിയുടെ രൂപം സ്വീകരിക്കുന്നു. ശിവനെ വിവാഹം കഴിക്കാനുള്ള പാർവതി ദേവിയുടെ ദീർഘകാല ആഗ്രഹം ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സവിശേഷവും അതിമനോഹരവുമായ അവതാരമാണ് സ്വയംവര പാർവതി. ദിവ്യമാതാവായ ശക്തിക്ക്, അതായത് പാർവതി ദേവിക്ക് ഭഗവാൻ തന്നെ സ്വയംവര മന്ത്രം ഉപദേശിച്ച് നൽകി. അങ്ങനെ ഈ മന്ത്രം സ്വയംവര പാർവതി മന്ത്രം എന്നറിയപ്പെട്ടു. വിവാഹത്തിനുള്ള നിരവധി തടസ്സങ്ങൾ നീക്കാൻ ഇതിന് കഴിയുമെന്ന് കരുതപ്പെടുന്നു. വിവാഹശേഷം അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴെല്ലാം തർക്കം പരിഹരിക്കാൻ പാർവതി ദേവി അതേ മന്ത്രം ചൊല്ലുമായിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ഇനി ആ മന്ത്രം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവരജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ ആകർഷയ സ്വാഹ. സ്വയംവര പാർവതി മന്ത്രം ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധമായി നിലവിളക്കിന് മുന്നിലിരുന്ന് 108 പ്രാവശ്യം ജപിച്ചാൽ ഫലം നിശ്ചയമാണ്. ഇനി 108 തവണ ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ 36 തവണയെങ്കിലും ജപിച്ചിരിക്കണം. വിവാഹ തടസ്സം നേരിടുന്നവർക്ക് അത്യുത്തമമാണ് സ്വയംവര പാർവതി മന്ത്രം. സകല കാര്യവിജയവും ഉണ്ടാകും. സ്വയംവര പാർവതി മന്ത്രം ജപിക്കുമ്പോൾ വിവാഹരൂപത്തിൽ നിൽക്കുന്ന പാർവതി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് വേണം മന്ത്രം ജപിക്കാൻ. നിങ്ങളുടെ വിവാഹം മാറ്റിവെക്കപ്പെടുന്ന എല്ലാ കാരണങ്ങളെയും ഇല്ലാതാക്കാൻ ഈ മന്ത്രം സഹായിക്കും. അതുകൊണ്ട് അവിവാഹിതരായവർ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ മന്ത്രം പതിവായി മുടങ്ങാതെ ജപിക്കുക. ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. അവിവാഹിതർ മാത്രമല്ല, വിവാഹിതരായവർക്കും ഈ മന്ത്രം ജപിക്കാം. മന്ത്രത്തിലൂടെ പാർവതിയെ ധ്യാനിക്കുന്നതിലൂടെ ദമ്പതികൾക്ക് അവരുടെ ദാമ്പത്യത്തിൽ കൂടുതൽ ഐക്യം വളർത്തിയെടുക്കാനും വീട്ടിലെ മുഴുവൻ അന്തരീക്ഷവും പോസിറ്റീവായി നിലനിർത്താനും സാധിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും പതിവായി ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ പരിഹരിക്കപ്പെടും. വിവാഹ തടസ്സം നീങ്ങുന്നതിനു പുറമെ സർവവശ്യം കൂടിയാണ് ഈ മന്ത്രം. അതായത് രോഗദുരിതങ്ങൾ മാറാൻ, സ്വത്തുക്കളുണ്ടാകാൻ, സമ്പത്തുണ്ടാകാൻ, ഇനി കൂടപ്പിറപ്പുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരാൻ, ബന്ധുബലം കൂടാൻ, സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ, അങ്ങനെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലുള്ള തടസ്സങ്ങൾ നീക്കാനുള്ള ശക്തി ഈ മന്ത്രത്തിനുണ്ട്. സകല കാര്യവിജയവും സ്വയംവര മന്ത്രജപത്തിലൂടെ സാധ്യമാണ്. അതായത് ഏതു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചാൽ ആ കാര്യം സാധിക്കുമെന്നാണ് പറയുന്നത്. മറ്റു കാര്യസാധ്യത്തിനായി മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവിയെ മനസ്സിൽ ധ്യാനിച്ച് മന്ത്രം ജപിക്കാം. അതിപ്പോൾ പാർവതി ദേവിയായാലും ഭദ്രകാളി, മഹാലക്ഷ്മി, സരസ്വതി, അങ്ങനെ ദേവിമാരുണ്ടല്ലോ. ഏത് ദേവിയെ ധ്യാനിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് മന്ത്രം ജപിക്കാവുന്നതാണ്. സ്വയംവര മന്ത്രം നിത്യേനയുള്ള നാമജപത്തിൻ്റെ ഭാഗമാക്കിയാൽ ജീവിത വിജയം ഉറപ്പാണ്. നമ്മൾ ദിവസവും ഈ മന്ത്രം ജപിക്കുക, നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും നീക്കി എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.